നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഒരു പ്രതികരണവുമില്ലല്ലോ മുഖത്ത്, ഒരു വാക്കും മിണ്ടുന്നുമില്ല. ഇതാണ് സ്വയം കത്തി ദീപാരാധന നടത്തിയതിന്റെ പൊള്ളൽപ്പാട്. പൊന്നി വിളിച്ച് പറഞ്ഞിരുന്നു. ചില പുരുഷന്മാരുടെ ജന്മോതി അങ്ങനെയാണ്. ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും ഇടയിൽ കിടന്നുള്ള പൊള്ളലേൽക്കൽ. ഇരുവർക്കും അവരുടേതായിട്ടുള്ള ന്യായപ്രമാണങ്ങൾ കാണും. നടുക്ക് നിൽക്കുന്ന പുരുഷന് മെഴുകുതിരി പോലെ സ്വയം ഉരുകാനേ സാധിക്കൂ. ഇല്ല വിഷ്ണുവേട്ടാ, ഇനി ഇങ്ങനെ സ്വയം ഉരുകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകല് എന്റെ അമ്മ എന്നോട് ചിലത് പറഞ്ഞു. പരമമായ ചില സത്യങ്ങൾ. സത്യാമ്മയും ശാരദാമ്മയും എന്നും എനിക്ക് എന്റെ സ്വന്തം അമ്മമാര് തന്നെയാ. ഒരുപക്ഷെ എന്റെ ചില തെറ്റായ നയങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം തകിടം മറിച്ചെന്ന് തോന്നുന്നു. എനിക്കത് ഇനിയെങ്കിലും ഒന്ന് തിരുത്തണം. അത് വിഷ്ണുട്ടം വരുമ്പോ തുറന്നു പറയാൻ ഞാൻ കാത്തിരുന്ന്. ഇന്നത്തെ ശാലിനി തെറ്റ. എനിക്കത് തിരുത്തണം. അപ്പോഴേ പച്ചമാംസം കത്തിയ ഈ ത്യാഗത്തിന് പരിഹാരമാവും. താനിപ്പോ കവിളി ചേർത്ത് പിടിച്ച ഈ പാട് ഒരിക്കലും മായരുതെന്ന ഇപ്പൊ എന്റെ ആഗ്രഹം. കാരണം താൻ സ്വയം മാത്രമല്ല, ഇവിടെ തെറ്റ് ചെയ്തതിന്റെ വലിയൊരു പാപഭാരം എന്റെ ചുമലിലുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.